എൻ്റെ പൊന്നെ എത്ര അടുത്താണോ ഈ റിസോർട്ട് എന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ തലടിച്ച് വീണു. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് കുറേ വെയിറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്ന് പുതിയ 2 സുഹൃത്തുക്കളുണ്ട്. നമ്മുടെ CCOKയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വഴി മാത്രമേ കണ്ടിട്ടുള്ളൂ, സംസാരിച്ചിട്ടുള്ളൂ. അപ്പോൾ അവരെ പരിചയപ്പെടാം. ഇത് ലത്തീഫ് നമ്മുടെ ശ്രീജേട്ടൻ. നമുക്ക് എന്തായാലും അവരുടെ ഡീറ്റെയിൽ ആയിട്ടും ചാനലൊക്കെ പറഞ്ഞ് പരിചയപ്പെടുന്നതായിരിക്കും. ലത്തീഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് OK ലത്തീഫ് എന്നാണ്. ഞാൻ എറണാകുളത്താണ് താമസം. എൻ്റെ ചാനലിൻ്റെ പേര് കോമൺ BB എന്നാണ്. ഒരു അഗ്രികൾച്ചർ ബേസ് ചെയ്തിട്ടുള്ള ചാനലാണ്. നിങ്ങൾക്ക് വീട്ടിൽ വല്ല ഗാർഡനെക്കുറിച്ചോ പച്ചക്കറി തോട്ടത്തിനെക്കുറിച്ചോ അതുപോലെ വല്ല പച്ചമരുന്നുകളെക്കുറിച്ചോ ഒക്കെ അറിയണമെങ്കിൽ കോമൺ BB എന്ന് പറഞ്ഞാൽ എൻ്റെ ചാനൽ കാണാം. ഞാനിപ്പോൾ എഡിനെ കാണാൻ വേണ്ടി വന്നാണ്. ഞങ്ങൾ ഒരുമിച്ചൊരു മീറ്റപ്പിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ബാക്കി വിശേഷങ്ങൾ വഴി നിങ്ങൾ പറയാം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നേരത്തെ കണ്ടു. നമ്മൾ ഇങ്ങോട്ട് അതിരപ്പള്ളി തിരുവണ്ണ വഴിക്ക് നമ്മൾ കണ്ടു, ഓൾറെഡി സംസാരിച്ചു. എന്നാലും വെറുതെ ഒന്ന് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എന്തോ ഒരു ചെറുതില്ല പരിചയപ്പെടല്ലേ, അതിനെ കോമൺ വലുതാ. ഇത് അടുത്താണ് നമ്മുടെ പരിചയപ്പെടുത്തിക്കൊള്ളു ചേട്ടാ. എൻ്റെ പേര് ശ്രീജിത്ത്. ചാനലിൻ്റെ പേര് വരുന്നത് VVS വേൾഡ് ബൈ ശ്രീജിത്ത് വലിയ വീട്ടിൽ നിന്നാണ്. പഴയ കുറേ സിനിമ ലൊക്കേഷൻസും അങ്ങനെയുള്ള കുറേ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെയാണ് എൻ്റെ ചാനലിൽ വരുന്നത്. അപ്പം മലയാള സിനിമ ഇഷ്ടപ്പെടുന്നത്, എന്താ പറയുക, പഴയ സിനിമ ലൊക്കേഷനുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വന്ന് ചെറിയ വീഡിയോസൊക്കെ കാണാം അല്ലേ? അതെ. അപ്പോൾ ബാക്കി നമ്മൾ അവിടെ ചെന്നിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഞങ്ങളിനി പോവാണ്. അപ്പോൾ അതിലുള്ള വഴിയുള്ള കാഴ്ചകളൊന്നും അധികം കാണിക്കുന്നില്ല. എന്നാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണിക്കാമല്ലോ, ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പോൾ അവിടെ വെച്ചാൽ കാണാം. അപ്പോൾ അതുവരെയ്ക്കും ബൈ. ഹായ്. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ റൂമിലേക്ക് എത്തി. ഇനി നമ്മൾ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോകും. ഇത് അതിരപ്പള്ളിയിലുള്ള കാസിയോ എന്ന് പറഞ്ഞ റിസോർട്ടാണ്. കാരണം വെച്ചാൽ ഇവിടെ കുരങ്ങന്മാരൊക്കെ പോകുന്നുണ്ട്. അവർ ഓടിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ചേട്ടന്മാർ പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ ഒച്ച. അപ്പം അങ്ങനെയാണ്. അപ്പോൾ നമുക്കിനി ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോവാം. എന്തെങ്കിലുമുള്ള കൊച്ചു കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അതുകൊണ്ട് നമുക്ക് റൂം കണ്ട ഇതാണ് നമ്മുടെ റൂം. ഈ റിസോർട്ടിനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ സെറ്റാക്കി തരാം. നോ പ്രോബ്ലം, കുഴപ്പമൊന്നുമില്ല. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നല്ല കിടിലൻ വ്യൂ ഉള്ള റിസോർട്ടാണ്. ശരിക്കും ഇങ്ങനത്തെ ഒരു ഏരിയയിൽ നമ്മളിങ്ങനെ റിസോർട്ടുകൾ തന്നെ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കിടിലനാണ് സംഭവം. അപ്പോൾ നമ്മളിപ്പോൾ ഇനി ഫംഗ്ഷൻ നടക്കുന്ന ഏരിയയിലേക്ക് നെടുന്ന് പോകാം. ഇവിടെ നിന്നുള്ള വ്യൂട്ടാണ് നമ്മുടെ റിസോർട്ട്. ഇത് അവിടെ നിന്ന് മുകളിൽ നിന്ന് വിളിച്ചതുകൊണ്ട് കാണാൻ പറ്റില്ല, ഫുള്ള് ബ്ലാക്ക് ആയിരിക്കും. ആഹാ, കുരങ്ങുകൾ. ഇതാണ് റിസോർട്ടിൻ്റെ റിസപ്ഷനിലേക്ക് പോകുന്നത്. റിസപ്ഷൻ ഫ്രണ്ട് എങ്ങനെയാണ്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കാസിയോ റിസോർട്ട്. നമ്മുടെ ഫംഗ്ഷൻ്റെ പേര് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്തായാലും നമുക്ക് ടൈറ്റിൽ വായിച്ചപ്പോൾ കണ്ടു കാണും. ഇതാണ് ഈ ഒരു കുരങ്ങനൊക്കെ വരുന്നത്. ക്യാമറയും കൊണ്ട് പോവോ യാത്രയെ. ആനന്ദമേ സർവമാനന്ദമേ. ഒരു പാട്ടുണ്ട്, പാടാനറിയില്ല, പക്ഷെ ചുക്കാൻ പിടിച്ച ഈ തിരി തെളിയുന്ന മനുഷ്യനാണ് റോബിൻസൺ എന്ന് പറയുന്നത്. ഇദ്ദേഹം കൈവച്ച ഒരു കാര്യവും ഇന്നേ വരെ മോശമായിട്ടില്ല എന്നുള്ളതായിരുന്നു CCOKയുടെ മിഡ്സോണിൻ്റെ ആനന്ദം എന്ന മീറ്റപ്പ് കാണിച്ചു തന്നത്. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ജയിച്ചേട്ടനും രാജേച്ചിക്ക് ഒരു ബിഗ് താങ്ക്സ്. നമ്മുടെ ഒപ്പം ചിലവഴിച്ച ഹാരിസിക്കയുടെ ഒരു കൊച്ചു പ്രസംഗം ഉണ്ടല്ലോ, ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്
ഒരു കൊച്ചു പ്രസംഗം എന്നല്ല പറയേണ്ടത്, വലിയൊരു ഗിഫ്റ്റ് തന്നെയാണ് അതിനെ പറയേണ്ടത്. അതും പോരാഞ്ഞ് നമ്മുടെ ആതിരയുടെയും ലത്തീഫിക്കയുടെയും ആ ഒരു ആങ്കറിങ് തകർത്ത അടി. അപ്പോൾ അടുത്ത കൾച്ചർ പ്രോഗ്രാം ഇവർ തന്നെ ബുക്ക്ഡ്. പിന്നെ നമ്മുടെ CCOKയുടെ ഈ മീറ്റപ്പ് നടന്നത് കാസിയോ റിസോർട്ടിലായിരുന്നു അതിരപ്പള്ളിയിലുള്ളത്. അവിടെ ഒരു ഹോസ്പിറ്റാലിറ്റീനെ എന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. എന്തൊരു കാണിച്ചുകൂട്ടലായിരുന്നില്ല, അവർ ഉള്ളിൽ നിന്ന് വന്നതായിരുന്നു. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വരാമെന്ന് പറയില്ല, പാട്ട് ഹൃദയത്തിൻ്റെ ഉള്ളിൽ വരുന്ന പാട്ട് എന്നൊക്കെ പറയുന്ന വേണം, അത്രയും അടിപൊളിയായിരുന്നു. ഇനി ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫുഡും എക്സലൻ്റ് ആയിരുന്നു. നമ്മൾ കുറേ സജഷൻസൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതവർ ഭയങ്കരമായിട്ട് അത് വെൽക്കം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ റിസോർട്ടിൻ്റെ അവിടെ വന്നതിന് ശേഷം നേരെ കാണുന്നതാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം. എൻ്റെ പൊന്നെ, എത്ര അടുത്താണോ ഈ റിസോർട്ടിൽ നിന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വന്ന വഴി ഇതേ കണ്ടില്ലേ, ഈ വഴിയൊക്കെയാണ് ഞാൻ വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു വ്യൂ കണ്ടു. ഇവിടെ എല്ലാവരും വന്ന് എടുത്തിട്ടുണ്ടാവും, എന്നാലും ഞാനിപ്പോഴാണ്, നേരത്തെ പരിപാടി തുടങ്ങിയതിന് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു, എന്നാലും വീണ്ടും വന്ന് എടുക്കുകയാണ്. ഇതാ നോക്ക്, ആ അതിരപ്പള്ളി വെള്ളച്ചാട്ടം പക്ഷേ ഞാൻ ഇപ്പോഴാണ് കണ്ടുള്ളൂ കേട്ടോ. അതാ അവിടെ കാണുന്നത്. ഇന്ന് എത്ര കാണുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷേ എനിക്കിവിടെ നല്ല അടിപൊളിയായിട്ട് മനോഹരമായിട്ട് കിടലിനായിട്ട് കാണാം. എൻ്റെ പൊന്നെ, എന്നോ വൈബ് സ്ഥലമാണല്ലേ. ഇത്രയും നാട് ഇവിടെ തന്നെയാണ് നമ്മുടെ വീടും, വന്നിട്ട് പോലും നമ്മുടെ ഇങ്ങനത്തെ ഒരു റിസോർട്ട് ഇവിടെ ഉണ്ടെന്നും ഇങ്ങനെ ഒരു വ്യൂ ഉണ്ടെന്ന് അറിഞ്ഞില്ലല്ലോ. കർത്താവേ. അടുത്ത ഇതിന്റെ എഡിന് ഇതിൻ്റെ കൂടെ വായും പിടിച്ച് ഇരിപ്പുണ്ട്. ഇവൻ എന്നെടുക്കുവാണ്. താങ്കൾ എന്തെടുക്കാണ്? ഷൂ എടുക്കണം. താങ്കൾ ഷൂവിൻ്റെ ഇടയിലുള്ള മുഴ, താങ്കൾ ഷൂവിൻ്റെ ഇടയിലുള്ള മുഴ തലടിച്ച് വേണം. അതിന്റെ ചളി ചളി. വീഡിയോ എടുത്തോണ്ടിരിക്കുന്നതാണ് നമ്മുടെ മൊണ്ണാനന്ദ്. വണ്ടി വ്ളോഗറുടെ ചേട്ടൻ. ഹലോ, ഇതാണ് മുടേഷ് ശങ്കർജി. അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് തിരിച്ച് അടുത്ത പരിപാടിയിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ചെടുക്കാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് ഇതായിട്ട് ഒരു ഒന്നുകൂടി കാണിച്ചു തരാം. അതായത് ഇനിയൊന്നും ഈ ഒരു റിസോർട്ടൊന്ന് നമുക്കൊന്ന് ചുറ്റി ഇറങ്ങി കാണാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് വന്ന് കഴിഞ്ഞ് ഫംഗ്ഷനും തിരക്കൊക്കെ ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അധികം ചെന്ന് കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല. പിന്നെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഈ റിസോർട്ടിനെ കുറിച്ചിട്ടുള്ളതായിരിക്കും. റിസോർട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമുക്ക് കുറച്ച് ആൾക്കാരൊക്കെ പരിചയപ്പെടുകയും ചെയ്യാൻ പറ്റുള്ളൂ. അതുവരെയും ബൈ. എല്ലാവരും ഇവിടുന്ന് ഓർത്തോണം, തമ്മിൽ സംസാരിക്കുക. അതായത് എല്ലാവരും ഫോൺ സൈലന്റ് ആയിരിക്കും. കാരണം എല്ലാ മൃഗങ്ങളുണ്ട്, ടൈഗർ, ആന എല്ലാം ഉണ്ട്. അപ്പോ സീരിയസ് ആയിട്ട് തന്നെയാണ്. ചുമ്മാ പറയുന്നല്ല, സൈറ്റിംഗ് ഉണ്ട് എൻ്റെ അടുത്ത് ഫോണിൽ. സൈലന്റ് ഫോട്ടോ. അതുകൊണ്ട് ആരും ഉണ്ടല്ലേ, നമുക്ക് കാണാൻ വേണ്ടിയല്ലേ പോകണം, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ.